സൈലൻസ്. മിണ്ടാതിരുന്നോ. ആ ഹലോ. ആ പെട്ടെന്ന് പ്രിൻസിപ്പൽ വന്നു. എൻ്റെ പൊന്നോ, ഭയങ്കര സാധനം അത്. ആ മുതലിന്റെ കണ്ണെത്താത്ത ഒറ്റ സ്ഥലം ഉണ്ടാവില്ല. മനുഷ്യന്റെ തൊലി ഉരിച്ചോളേ. എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ അവര് വിവരം അറിയും. പിന്നെന്താ വിശേഷം? എന്ത് കാര്യം പറ. ആണോ? തേങ്ങ വേണ്ടടാ, അത് കൂടി തിന്നോടാ. കണ്ണടച്ച് പൂച്ച പാല് കുടിക്കണത് ആരും അറിയണില്ല എന്നാ വിചാരം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കള്ള. ഇങ്ങോട്ട് വാ വാ. എന്റെ അടുത്ത് മോന്റെ ഒരടവും നടക്കില്ല. പോടാ കള്ള. അയ്യടാ. എനിക്കിതൊക്കെ പറയാം. പിന്നെ വേണ്ട, കഷ്ടണ്ട്. ടീച്ചറേ, വെള്ളടിച്ച് ഇങ്ങനെ പഞ്ഞാടിച്ച് നിന്ന മതിയാ, ചോറ് തിന്നേ. കിട്ടുന്നോ? ഓ ആ ഇത് ചോറ് ഇത്തിരിയും കൂടി. അയ്യോടാ, ഓർത്തില്ലടാ. മതിയാ? ഇത് ഇത് ഇരിക്കുന്ന കിട്ടുന്ന അവത്തെ കാര്യം നോക്ക്. കിട്ടുന്നോ? എന്താടാ? ഒരു ഒരു കന്ന ഒരു ഇഞ്ചി കിട്ടോ? ഇഞ്ചിയാ? എന്തിനാ? ഞാനാ നീ കഴിച്ചത് തേക്കണെങ്കിലേ 1 ഇഞ്ച് പോരാ, 1 ഇഞ്ചി തോട്ടം തന്നെ വേണം. നായിന്റെ മോനെ പറ്റിക്കാൻ നോക്കുന്നോ? ഞങ്ങള് തിരിച്ചു വരില്ലാന്ന് കരുതിയല്ലടാ. ജയില് ഞങ്ങൾക്ക് പുല്ലാടാ. ഇവന്റെ ബഹുമാന കൂടുതൽ കണ്ടപ്പോഴേ എനിക്ക് ചതി മണത്തതാ. നീ എന്റെ അച്ഛൻ്റെ എത്ര രൂപ വാങ്ങിച്ച? 6750 രൂപ. എത്ര രൂപയുടെ നീ ചിട്ടിക്കിറക്കിയത്? ഞാൻ ചിട്ടി ഇറക്കിട്ടില്ല, ചിട്ടി പൈസ എടുത്തിട്ടില്ല ചേട്ടാ. പിന്നെ നീ എന്തിനാടാ കാശ് വാങ്ങിയത്? അല്ല, കടയൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് അവന്റെ കാശ് എത്തിച്ചേക്കണം. കേട്ടോടാ? കിട്ടി കിട്ടി കഴിഞ്ഞു. ചെരുപ്പ് നിന്നെ ഈ ഏരിയ കണ്ടുപോരുത്. നോക്കിക്കോടാ, നിന്നെയൊക്കെ കാണിച്ചല്ലോടാ. ഞാൻ മമ്മൂട്ടി ഫാനാ. എന്നാ നമുക്ക് ശ്രീകുമാർ തിയേറ്ററിൽ പോയാലോ? അയ്യോ ഞാനില്ല, വീട്ടിലറിഞ്ഞാനെ കൊല്ലും. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഞാനില്ലേ കൂടെ. എന്നാ നമുക്ക് അശോകെ പോയാലോ? ഇംഗ്ലീഷ് പടം കാണാം. ആ, എന്നാ നിന്റെ ഇഷ്ടം പോലെ. 3 കോമളന്മാരവിടെ വായി നോക്കി നിൽക്കാം. നമുക്ക് വേഗം പോവാം. അയ്യേ, ഇപ്പോഴൊരു ആശ്വാസമായിരുന്നു. നശിപ്പിച്ച്. വാസുവേ,
അച്ചായൻ ഇന്ന് സന്തോഷത്തിന് ദിവസമാണ്. അതെന്നാ അച്ചായോ? ആ നമ്മുടെ പിള്ളേര് ജയിലിൽ കിടന്ന് ഇടിയും വാങ്ങിച്ചോട്ട് വന്നിരിക്കുക. അതെ, നാട്ടിൽ തല്ലാൻ ആളില്ലേ ഇങ്ങനെ ഇരിക്കും. എന്റെ അച്ചായ ഈ അസൂയക്കാരത് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന. ജയിലിൽ പഴയ പോലെ ഒന്നല്ല, ഭയങ്കര സെറ്റപ്പാ. ആഹാ. പിന്നെ ഇപ്പൊ എന്ത് ചോദിച്ചാലും അവര് വരും. പിന്നെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും മൂത്രം പോവില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, കൂമ്പിലിട്ട് ഇടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെടാ മൂത്രം പോകുന്നത്? അത് ശരിയാ. ആ ചീട്ടിട്. എന്തോന്നാണ് ഇവനെന്താ ആവണക്കെണ്ണ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് പ്രശ്നം? വൈദ്യരെന്നെ പുറത്താക്കി. ആ അത് നന്നായി. വൈദ്യർക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നി. കാര്യം എന്താടാ? പുളിയിൽ അരച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ കാഞ്ഞിരത്തിന്റെ ഇല അരച്ചുകൊണ്ട് കൊടുത്തു. അത് വൈദ്യരെടുത്തൊരു കിളവിക്ക് കൊടുത്തു. ഇപ്പൊ കിളവി മെഡിക്കൽ കോളേജില. ഓ രക്ഷപ്പെട്ടു. വൈദ്യുതി ജയിലിൽ പോയാ പിന്നെ നമുക്കിവിടെ അടിച്ചു പൊളിക്കാലോ. അത് കറക്റ്റ്. ഇനി ഒരു ചീത്തപ്പേര് കൂടി നമുക്ക് മാറ്റാനുണ്ട്. ആ മനസ്സിലായി സാറേ, മനസ്സിലായി. ഒരാഴ്ചത്തെ ഞാൻ ഭയങ്കര ടൈറ്റാ സാറേ. ഒരു 20 വേണം ഞാനിപ്പം അറേഞ്ച് ചെയ്യാം. അയ്യോ അത്രയൊന്നും തികയത്തില്ല സാറേ. ഒരു പാർട്ടിക്ക് നാളെ 4 ലക്ഷം രൂപ കൊടുക്കാവുന്ന ഏറ്റേക്കുവാ. ആ ഞാനൊന്ന് നോക്കട്ടെ സാറേ. ശരി എന്നാ, ഓക്കെ, ശരി ശരി. ഇവനൊക്കെ വിളിക്കാൻ കണ്ട സമയം. എന്തൊരു മണവാടി ഇത്. അതെ, ഇന്ന് എന്റെ ജന്മദിനമാ. ജന്മദിനമാണോ? ദേ 5-6 വർഷമായിട്ട് 20 കിടക്കുന്നേ. ഇനി മേലോട്ട് കൂട്ടല്ലോ പൊന്നെ. 20 ആയതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇവിടെ കേറി ഇറങ്ങുന്നത്. കൊച്ചു കള്ളൻ. അതൊക്കെ പോട്ടെ, എന്റെ പായൽ എവിടെ? പായലോ? ഞാൻ ഈ പാതിരാത്രിക്ക് ഏതാറ്റിപ്പോയി പായൽ വാരാനാ? എന്റെ പൊന്നു ചേട്ടാ, എന്തു ആ പായലല്ല. ഏതോ പാദസരം. നാളെ തന്നെ ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു. എന്തിനാടാ നാളത്തേക്കാക്കുന്നത്? ഇപ്പൊ തന്നെ ശരിയാക്കി തരാടാ. ഉറപ്പാ? ഉറപ്പ്. ഒന്ന് പോ അവിടുന്ന്. അണ്ടർവെയറിൽ മുളകിട്ടത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഒന്ന് പതുക്കെ പറയണം. അശരീരിയാ. നീ ഒരു കാര്യം ചെയ്യും, വെറുതെ സമയം കളയാതെ ഇങ്ങോട്ട് വാ. ശ്രദ്ധിച്ചിട്ടാ. അമ്മണി, ഞാനെന്നാ പോയിട്ട് വരാം. അമ്മണി അല്ല, ഗീത. നീ എപ്പോഴും എൻ്റെ അമ്മണി തന്നെ. നിന്റെ ഒരു നാണം. ഈ നാണമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലയോ. എടി, എൻ്റെ ഭാര്യ ആ ചൊറിത്തവള ഇപ്പൊ ചോറ് വിളമ്പി വെച്ച് എന്നെ കാത്തിരിക്കുമായിരിക്കും. ഇതിനെയൊക്കെ കണ്ട അങ്ങോട്ട് ചെന്നാ ആ മണ്ടിരവാരി നിലത്തടിക്കാനാ തോന്നുന്നേ. പോട്ടടി പൊന്നെ. ചേട്ടാ, ഓ, എന്റെ പാദസരത്തിന്റെ കാര്യം മറക്കല്ലേ. ഞാൻ ചേട്ടന്റെ കാന്താരിയല്ലേ? നിന്റെ പാദസരം ഞാൻ മറക്കുവടി. അയ്യോ, എന്ത് പറ്റി ചേട്ടാ? എന്ത് പറ്റി ചേട്ടാ? ചേട്ടന് എന്ത് പറ്റി? എന്തു പറ്റാനടി ഇനി? എവിടൊക്കെയോ എന്തൊക്കെയോ പറ്റിയടി. എവിടെടി വാതില്? വാതിലെവിടാണ്? അയ്യോ നിക്കറവിടെ. അയ്യോ, നിങ്ങളായിരുന്നോ? എന്നെ ഒന്ന് ചെയ്യല്ലേ. അയ്യോ ചേട്ടേ, കഴിവറവാമനെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഞങ്ങളെ കള്ളന്മാരാക്കി. പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക. അയ്യോ, ഞങ്ങളെ പിടിച്ച കാശൊക്കെ എവിടെയാടാ? മാപ്പാക്കണം. എവിടെ കാശി? എന്റെ ഞാൻ തിരിച്ചു തരാം. എപ്പോ തരൂടാ? ഇപ്പൊ ഇല്ല, നാളെ തരാം. അയ്യോ, കള്ളം പറഞ്ഞതാ. പേടിച്ചു പറഞ്ഞു പോയതാ ചേട്ടാ, പേടിച്ചു പറഞ്ഞു പോയതാ. ഏതൊക്കെ കൊടുത്തു? 350. ഇതൊക്കെ കൊടുക്കാൻ കാശില്ല, ഞങ്ങൾ തരാൻ കാശില്ല. പട്ടി. സുധി, ഒരു 150 രൂപ എടുത്തേ.
അച്ഛാ ഒരു തമാശ പറഞ്ഞല്ലേ കളിച്ച തമാശ. എന്റെയൊക്കെ കാര്യം നമ്മളെ പിള്ളേര് വന്നടി മോനെ ടോണിക്കുട്ട അപ്പച്ചൻ വന്നടാ അച്ഛാ ഇങ്ങോട്ട് വരാൻ. എന്നാ പിന്നെ ഇട്ടിട്ട് പോടാ നീക്ക് അച്ഛനോട് നിനക്ക് സ്നേഹം മനസ്സിലായി നേരെ ചൊവ്വേ തീരുമെന്ന് തോന്നില്ല. നീ മിണ്ടരുത് മിണ്ടരുതെന്ന് പറയാം മിണ്ടരുത് നടക്കിങ്ങോട്ട്. മിണ്ടരുത് മതി നിർത്തി വീടെത്തി. അച്ഛാ അതെ പടി സൂക്ഷിച്ചറിഞ്ഞു. അച്ഛാ പതുക്കെ കേറിയിരി അച്ഛാ. കേറിയില്ല ചായ, കേറിയിരി. എടാ പിടിയടാ. അച്ഛാ ഇരിക്കി, ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് വരാം. അത് വേണ്ട, നീ പോയി വിളിച്ചാ മതി. ചെല്ല് ചെല്ല്. അല്ലെങ്കിൽ വേണ്ട. നീ മുട്ടുന്നില്ലേ? ഞാൻ മുട്ടിയ ശരിയാവില്ല, നീ പോയി മുട്ട്. അങ്ങനെ രണ്ടുപേരും വിളക്കാതെ എന്റെ ഭാര്യ മുട്ടണ്ട. അതല്ല അച്ഛാ, നീ പോയി വിളിക്കടാ. പിന്നെ എന്നിട്ട് വേണം ലിസിയച്ചിനെ വാരിക്കാൻ ഞാൻ കേൾക്കാൻ. നീ മിണ്ടരുതാ മിണ്ടരുത് നീ. വഴിയുണ്ട്. അത് കൊള്ളാം. അത് ശരി. ഓഹോ, ഇത്ര പറഞ്ഞാലും ഈ മനുഷ്യന് മനസ്സിലാവില്ലെന്ന് വെച്ചാ. ഓഹോ, മൂക്കൊറ്റം കുടിച്ച് ബോധമില്ലാണ്ട് വന്നിരിക്കുകയാണല്ലേ. എവിടെയാ കുട്ടിപ്പിശാശികള്? എടാ കാലമോടന്മാരെ, നീയൊക്കെ ഇനി അച്ചായനെ അന്വേഷിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്ക് കേട്ടോ. നിന്റെയൊക്കെ കാലും കൈ ഞാൻ അരിവടാ. ഈ ലിസിയാ പറയുന്നത്. അച്ചായോ അച്ചായോ 350. ഈ 50 കണക്കെന്തുവാ? അത് ടാക്സ് ആണ് ഇറക്കാം. ഇത് എന്നതാ കർത്താവ് ഈ വലിച്ചു കയറ്റിയേക്കുന്നേ? ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഈ മഴയൊക്കെ കൊണ്ട് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നു. ബോധം വീഴുമ്പോ വന്നാ മതി. എന്റെ പൊന്നു പുണ്യാളാ, എന്റെ ഒരു തലയിലെഴുത്ത്. അമ്മേ